മട്ടാഞ്ചേരിയിലേക്ക് 60 വർഷമായി ദിവസവും യാത്ര ചെയ്യുന്ന കല്ലേലിൽ വർഗീസ് എന്ന 77-കാരനെ പരിചയപ്പെടും. കഴിഞ്ഞ 60 വർഷമായി 60 കിലോമീറ്റർ ദൂരെയുള്ള തന്നെ ജോലി സ്ഥലത്തേക്ക് ട്രെയിനിലും ബസ്സിലും ബോട്ടിലുമായി യാത്ര ചെയ്യുന്ന വർഗീസ് കല്ലേലിക്കൊപ്പമാണ് ഏഷ്യാനെറ്റ് ന്യൂസും ഇന്ന് അദ്ദേഹത്തിന്റെ 60 വർഷത്തെ ഓർമ്മകളുമായി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. പാട്ടുപാടിയും കേക്ക് മുറിച്ചുമാണ് വർഗീസ് കല്ലേലിക്കൊപ്പം വർഷങ്ങളായി യാത്ര ചെയ്യുന്നവർ ഇന്നത്തെ ആ ദിവസം ആഘോഷിക്കുന്നത്. എങ്ങനെയുണ്ട് തോന്നുന്നത്? ആദ്യം ഇത്ര തിരക്കുണ്ടായിരുന്നില്ല വണ്ടിയില്, ഇപ്പൊ കൂടുതൽ തിരക്കായി. അതാണ് ഒരു വ്യത്യാസം കാണുന്നത്. പിന്നെ ബോഗികളെല്ലാം കുറെ നന്നായി, ആദ്യത്തെ പോലെയല്ല. ആദ്യം ഞാൻ പോയി തുടങ്ങുമ്പോ കൽക്കരി വണ്ടിയായിരുന്നു. ഇവിടുന്ന് എറണാകുളം എത്തുമ്പോഴേക്കും കാരണം അതേമാതിരി കരി പറന്നു വന്നിട്ട് 77 വയസ്സായി, 17 വയസ്സ് തുടങ്ങിയതാണ്. ഇന്നും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് എറണാകുളം ചെന്നും നോർത്തിൽ ഇറങ്ങി ബസ്സിന് പോയി ബോട്ടിച്ചട്ടിയിൽ ഇറങ്ങി ബോട്ട് കടന്ന് മട്ടാഞ്ചേരിയില്. നമുക്ക് ജോലിയുടെ ഒരു ഭാഗമല്ല അതൊക്കെ. അപ്പൊ നമ്മൾ പോയേ പറ്റൂ. നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അതൊന്നും. പിന്നെ നമ്മളെ ഈ സുഹൃത്തുക്കൾ കുറെ ഉള്ള കാരണം കൊണ്ടുണ്ടല്ല, ഭയങ്കര ടൈം പാസ്സാ. വീട്ടിലേക്ക് വൈകുന്നേരം എത്ര ക്ഷീണം ഉണ്ടെങ്കിൽ എത്താനൊരു ആഗ്രഹം. അത് എളുപ്പമൊന്നല്ല. അതെങ്ങനെയാ സ്പിരിറ്റിലാണ്? അതെനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണില്ല. കാരണം അത് അങ്ങനെയാണ്. അതായത് കൂട്ടുകാരെ ഒരുമിച്ചുള്ള യാത്രയുണ്ടല്ലോ, അതൊരു സുഖയാത്രയാ. 100 വയസ്സ് വരെ എത്തിക്കണോ എങ്ങനെയും. ആള് റിട്ടയർഡായി. അതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ 2 പ്രാവശ്യം റിട്ടയർഡായി. ആള് ഇതുവരെ റിട്ടയർഡായില്ല. പിന്നെ ആളെ ഈ ആയുസ് കൂട്ടിയതും എല്ലാം ഈ ട്രെയിൻ യാത്രയാണ്. ഞാൻ 1 വർഷത്തേക്ക് ടിക്കറ്റ് എടുക്കുക 2000 രൂപ. എറണാകുളം ചാലക്കുടി. പിന്നെ സൂപ്പർ ഫാസ്റ്റിനെ എടുക്കാറില്ല. ഒരു പലചരക്ക് ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് മട്ടാഞ്ചേരി. ആ മാർക്കറ്റിലെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാല് തൃശ്ശൂരോ ചാലക്കുടിയോ ഇരിങ്ങാലക്കുടയോ തിരുവല്ലയോ അങ്ങനെ പല പല ഭാഗങ്ങളിൽ നിന്ന് ഓർഡർ വരും. അത് എന്നെ വിളിച്ച് വിവരം പറയും, ഞങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ നമ്മളത് അയച്ചു കൊടുക്കും. അതിന് ഞങ്ങൾക്ക് കമ്മീഷനാണ്. അതാണ് നമ്മുടെ ജോലി. അപ്പൊ അത് കാരണം കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ആര് എംപ്ലോയി അല്ല എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ഇത്തിരി 10 മിനിറ്റ് വൈകി അടിച്ചിട്ട് ടെൻഷനൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഉണ്ടായിരുന്ന ജനറേഷന്റെ ഒപ്പം പുതിയ ജനറേഷന്റെ ഒപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാനും എല്ലാവരോടും തമാശകൾ പറഞ്ഞുകൊണ്ട്, അതുപോലെ പുതിയ ടെക്നോളജികൾ, അത് ഇപ്പൊ ഗൂഗിൾ പേ, ഫേസ്ബുക്ക്, ഇതിലൊക്കെ അദ്ദേഹം ഉണ്ട്. ഇതിലൊക്കെ ചേർത്തുകൊണ്ട് പുതിയ കുട്ടികളായിട്ട് ചേർന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. തൃശ്ശൂർ എറണാകുളം ദേശീയപാതയിൽ പണി നടക്കുകയാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. പക്ഷേ അതൊക്കെ അതിജീവിച്ചത് വർഗീസ് ചേട്ടൻ ഇപ്പോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബസ്സിലും ഇനി ബോട്ടിലുമാണ് മട്ടാഞ്ചേരിയിലേക്ക് പോവുക. ഈ ജോലിയോടും ഒപ്പം തന്നെ യാത്രകളോടും ഒരു മടുപ്പുമില്ല വർഗീസ് ചേട്ടൻ ഈ 60 വർഷം കഴിഞ്ഞിട്ടും. അത് തന്നെയാണ് ഈ എനർജിയുടെ രഹസ്യം. കൊച്ചിയിൽ നിന്നും നാരായണൻ നമ്പൂതിരിക്കൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.